ശ്രീ വിവേക് നാരായൺ, ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ, പ്രിയങ്കരനായ സുധീർ കരമന, പ്രിയപ്പെട്ട സൗത്ത് സോൺ IG ജി സ്പർജൻ കുമാർ IPS, ആദരണീയനായ പ്രിൻസിപ്പൽ ഫാദർ P. നെൽസൺ വലിയ വീട്ടിൽ, ശ്രീ റജി ലൂക്കോസ് വൈസ് പ്രിൻസിപ്പൽ, പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ന്യൂസ് 18 ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ശ്രീ വിവേക് നാരായൺ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രമുഖമായ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്. കേരളത്തിലുടനീളം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും വ്യാപകമായി മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവും കച്ചവടവും സജീവമായി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റിന് ഇങ്ങനൊരു പരിപാടി ആരംഭിക്കേണ്ടതായി വന്നത്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇന്നത് കേരളമാകുന്നോ എന്ന ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ആശങ്ക കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് കേരള പോലീസ് വിശ്രമമില്ലാതെ ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ആരാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഇതാരംഭിച്ച ജൂൺ 2-ാം തീയതിയാണ്. 2-ാം തീയതി മുതൽ ഇന്ന് വരെ 5000-ത്തിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 4500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 50-ലധികം ആളുകളെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് വിടുകയുണ്ടായി. മൊത്തം 70 കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരള പോലീസ് പിടിച്ചെടുത്തത്. ഇത് നമ്മുടെ നാടിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണ്. അവരിപ്പോ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ പോലീസ് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവർ കരുതുന്നത് ഇതൊരാരംഭ ശൂരത്വമാണ്, പിന്നീട് ഉണ്ടാവില്ല എന്ന്. ഞാൻ ഈ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് പറയുന്നു, ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. മയക്കുമരുന്ന് ശൃംഖല പൊട്ടിക്കുന്നത് വരെ ഈ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ കേരള പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസംബ്ലി ആയതിനാൽ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ദക്ഷിണ മേഖല IG സ്പർജൻ കുമാർ ഇതിനെപ്പറ്റി ദീർഘമായി കൂടുതൽ കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശസ്ത സിനിമാ താരം സുധീർ കരമനയുണ്ട്, അദ്ദേഹം പ്രസംഗിക്കും. ന്യൂസ് 18 എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ന്യൂസ് ചാനലായ ന്യൂസ് 18 ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം, മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ഏറ്റെടുത്തതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇവിടെ 2 ചടങ്ങ് കൂടി ഞങ്ങളിവിടെ നിർവഹിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിലിന് അദ്ദേഹത്തെ ഞാൻ തുഫാൻ വാരിയറായി ബാഡ്ജ് കൊടുത്ത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്.
സുധീർ കരമനയ്ക്ക് ഞങ്ങള് സ്പർജൻ കുമാർ IG ബാഡ്ജ് അണിയിച്ച് അദ്ദേഹത്തെയും തുഫാൻ വാരിയറായി പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു സർ. സാറിന്റെ നല്ല വാക്കുകൾക്ക്. നമുക്കറിയാം നിയമസഭാ സമ്മേളനം തുടരുകയാണ്. അതിനിടയിലാണ് ആരൊക്കെയാണ് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ? ആരൊക്കെയാണ് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവർ? ആരൊക്കെയാണ് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ? അപ്പൊ നമുക്ക് വേൾഡ് കപ്പ് പഠിച്ച ശേഷം നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ വരാം. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. ജയ് ഹിന്ദ്.